ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സംഭവം, ഒരു പേരാണ് നാർസിസിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സാധനം. എന്താണ് ആ സംഭവം? കാരണം നമ്മളറിയത്തില്ല നമ്മളിങ്ങനെ ഒരു സംഭവമാണെന്ന്. നമ്മൾ ഭയങ്കര കെയറിങ് ആയിരിക്കും, ലവബിൾ ആയിരിക്കും, ഭയങ്കര മറ്റേ പരിപാടിയായിരിക്കും. അവളെ അങ്ങ് കെയർ ചെയ്യും, അല്ലെ അവനെ അങ്ങ് കെയർ ചെയ്യും. കെയറിങ് മീൻസ് അതാണ്, അവിടെ പോലും ഇവിടെ പോലും മറ്റേടത്ത് പോലും അത് ചെയ്യല് ഇത് ചെയ്യല്, സ്ലീവ്സിൽ ചിരിക്കല്, കരയല്, പെടുക്കല്, ഇതൊക്കെ ഇയാൾ ചേട്ടായെടുത്ത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചേച്ചിയെടുത്ത് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാവൂ. നീ ആരോട് സംസാരിക്കുന്നു, എവിടെ പോകുന്നു, കൂട്ടുകാർ, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന അവളായിരിക്കും, അല്ല അവനായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ നാർസിസിക് പേഴ്സണാലിറ്റി. അവർ നമ്മുടെ ജീവിതത്തിൽ വരുവാണെങ്കിൽ നമ്മളെ പെതുക്കെ പോയി അവരുടെ പാട്ടിലോട്ടാക്കും, കുടുംബത്തെ നശിപ്പിക്കും, നമ്മുടെ ബന്ധുക്കാരുടെ അകത്തും കൂട്ടുകാരിൽ നിന്നകത്തും, അതോടൊപ്പം തന്നെ അകറ്റും, അതോടൊപ്പം തന്നെ നമ്മുടെ റിലേഷൻ എല്ലാം അകറ്റും. അച്ഛനും അമ്മയും വെറുക്കപ്പെട്ടവരാവും, നമ്മളെ അങ്ങ് നാശിപ്പിച്ച് നാറാണക്കല്ല് വരുത്തി കഴിവറ മക്കള് എന്ന് പറയും. അങ്ങനെയുള്ള ടീമുകൾ സത്യം പറഞ്ഞാൽ നമ്മുടെ പാർട്ട്നേഴ്സിന്, ഓക്കെ എൻ്റെ പാർട്ട്ണർ ഒരു നാർസിസിക് പേഴ്സണാലിറ്റി ആണ്, കണ്ടമ്പഴി ഓടുക, CID എസ്കേപ്പ് ദാമു എസ്കേപ്പ്, അതേ നടക്കത്തുള്ളൂ. അവിടെ നിന്ന് അദ്ദേഹത്തെ തിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇങ്ങനെയുള്ള സൈക്കോൾക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല ഞാൻ ഇങ്ങനെ ആളാണെന്ന്. അയാൾ ഭയങ്കര കെയറിങ്, ലവബിൾ, മറ്റേ പരിപാടി, വെരി ബാഡ്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഇപ്പോൾ അവരെയൊക്കെ പേരൻസ് കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് എല്ലാം വന്ന് അവരെ ഒരു ലെവലിൽ എത്തിക്കുന്ന പിള്ളേരായിരിക്കും, അല്ലെങ്കിൽ അവരുടേതായ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അവരെ നമ്മൾ തിരിച്ച് നമ്മുടെ കണക്കാക്കാൻ ശ്രമിക്കരുത്. അല്ല, ഇത് പറയുന്നത് മനസ്സിലാവില്ല, എന്നാലും കഴിവറ മക്കളെ ജീവിക്കാൻ സമ്മതിക്കണം, അത്രയും പറയാനുള്ളൂ.